ഇന്ന് ഡിസംബർ 23 8 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഉടൽ എന്ന സിനിമയുടെ കാത്തിരുന്ന ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. വയലൻസ് നിറഞ്ഞ A സർട്ടിഫിക്കറ്റ് ലഭ്യമായ ഉടൽ എന്ന ധ്യാൻ ശ്രീനിവാസൻ, ദുർഗാകൃഷ്ണ, ഇന്ദ്രൻസ് എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ നേരത്തെ പ്രേക്ഷകർ അറിയിച്ചതുപോലെ സൈന പ്ലേയിലൂടെ ഉടൻ OTT റിലീസ് ചെയ്യുമെന്ന് ഇന്ന് ഒഫീഷ്യലായിട്ട് പോസ്റ്റർ സഹിതം പുറത്തുവിട്ടുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ അറിയിച്ചിരിക്കുകയാണ്. ന്യൂ ഇയർ പ്രമാണിച്ച് അടുത്ത 1-2 ആഴ്ചകൾക്കുള്ളിൽ സിനിമ OTT റിലീസ് ചെയ്യും. ഇനി റിലീസ് തീയതി പ്രഖ്യാപനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. 2023 മികച്ച ഹിന്ദി സിനിമകളിൽ ഒന്ന് എന്നൊരു അഭിപ്രായം നേരത്തെ തന്നെ നേടിയെടുത്ത് തിയേറ്ററുകളിൽ വിജയിച്ച ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് 12th ഫെയിൽ. ചിത്രത്തിന്റെ കാത്തിരുന്ന OTT പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ വരുന്ന ഡിസംബർ 29 തീയതി 12th ഫെയിൽ OTT റിലീസ് ചെയ്യും. ആദ്യം ഹിന്ദി ഭാഷയിലും പിന്നീട് മറ്റ് ഭാഷകളിലും OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ അപ്ഡേറ്റ് ഒരു കൊറിയൻ സിനിമ കൂടെ ദി ചൈൽഡ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ആമസോൺ പ്രൈമിലൂടെ കൊറിയൻ, ഹിന്ദി ഭാഷകളിൽ ഇപ്പോൾ OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നാലാമത്തെ അപ്ഡേറ്റ് മറ്റൊരു ഹിന്ദി OTT കണ്ടന്റിന്റെ അപ്ഡേറ്റ് ആണ്. ഫ്ലെയിംസ് എന്നൊരു ഹിന്ദി സീരീസ് കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് ഏറ്റവും പുതിയ സീസൺ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. നവംബറിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു തെലുഗു സിനിമയാണ് മംഗളവാരം. ചിത്രം ചൊവ്വാഴ്ച എന്ന പേരിൽ കേരളത്തിലെ തിയേറ്ററുകളിലും റിലീസ് ചെയ്തിരുന്നു. ഹോട്ട്സ്റ്റാർ OTT അവകാശങ്ങൾ ഒഫീഷ്യലായിട്ട് സ്വന്തമാക്കിയ സിനിമയുടെ OTT റിലീസ് തീയതി പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. വരുന്ന ഡിസംബർ 26 തീയതി, അതായത് ക്രിസ്മസിന്റെ അടുത്ത ദിവസം ചിത്രം OTT റിലീസ് ചെയ്യുന്നതാണ്. A സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്യുന്നതാണ്. ഒരു തെലുഗു സിനിമ കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. അല്ല നിന്നു ചേരി എന്നാണ് ചിത്രത്തിന്റെ പേര്. സിനിമ ഒരു റൊമാൻറ്റിക് എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തെലുഗു ഭാഷയിൽ മാത്രമാണ് നിലവിൽ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം നേരത്തെ OTT റിലീസ് ചെയ്ത നെറ്റ്ഫ്ലിക്സിന്റെ സിനിമയാണ് നോവെയർ. മികച്ച അഭിപ്രായങ്ങൾ നേരത്തെ OTTയിൽ ലഭ്യമായ ഈ ഇംഗ്ലീഷ് ചിത്രത്തിന്റെ തമിഴ്, തെലുഗു, ഹിന്ദി പതിപ്പുകൾ കൂടി ഇപ്പോഴത്തെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അവസാനത്തെ അപ്ഡേറ്റ് 2023 9ാമത്തെ വിജയം നേടിയെടുത്ത മെഗാസ്റ്റാർ സിനിമയാണല്ലോ കാതൽ ദി കോർ. ജിയോ ബേബി സംവിധാനം ചെയ്ത ഫാമിലി ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഡിസംബറിലെ അവസാന 2 ആഴ്ചകൾക്കുള്ളിൽ സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴും അതിൽ മാറ്റമൊന്നും തന്നെയില്ല. ഡിസംബർ 22, 29 എന്നീ റിലീസ് തീയതികളാണ് നേരത്തെ തന്നെ അൺഒഫീഷ്യലായിട്ട് പുറത്തു വന്നത്. 22 പുറത്തു വരാത്ത സ്ഥിതിക്ക് അടുത്ത ആഴ്ച, വരുന്ന ആഴ്ച 29 സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. നെറ്റ്ഫ്ലിക്സിന്റെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പോസ്റ്റർ വന്നതിന് ശേഷമേ സിനിമ OTT റിലീസ് ചെയ്യുകയുള്ളൂ. മലയാളം, തമിഴ്, തെലുഗു ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ ഒഫീഷ്യൽ OTT പോസ്റ്റർ അപ്ഡേറ്റിനേട്ടാം.